ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല നന്ദിനി, എന്തിനിങ്ങനെ പേടിക്കുന്ന? സത്യം പറഞ്ഞോ. കാളിദാസന്റെ അച്ഛൻ ഒരിക്കലും ജഡ്ജിയൊന്നും ആയിരിക്കില്ല. പക്ഷെ ഉറപ്പായിട്ടും അദ്ദേഹം ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ. ധൈര്യമായിട്ട് പറയുന്നേ. അത് നന്ദിനി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വേഗം പറയ്. അതെ, എന്തിനാ നിങ്ങളിങ്ങനെ ബഹളം വെക്കുന്നേ? നിങ്ങളിങ്ങനെ ബഹളം വെക്കുന്നുണ്ടോ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാതെ നീറിക്കൊണ്ടിരിക്കുന്നേ? ഒന്ന് പതുക്കെ സംസാരിക്കാം, അമ്മ കിടന്നുറങ്ങുക. മോളെ, നീ പറഞ്ഞിനി. അത് പിന്നെ എന്റെ ചെറുപ്പം മുതലേ. നോ 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 നോ, ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നല്ലതേതാ ചീത്തയേതാണെന്നും നിനക്കൊരു ബോധമില്ല. അതെ, നിങ്ങളീ പറഞ്ഞിട്ട് എങ്ങോട്ടേ കാട് കയറുന്നേ? അയ്യോ വേണ്ട, നിങ്ങളുടെ മകനെ കൊണ്ട് കെട്ടിക്കാം, എന്റെ മകൻ അതിനുള്ള യോഗ്യതയില്ല അല്ലേ? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി താൻ കൂടുതലൊന്നും പറയണ്ട. ആ നന്ദിനിയുടെ മനസ്സ് മാറ്റി നിങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന് സംസാരിക്കുന്നു. പറയുന്ന കേക്ക്. നന്ദിനി ആഗ്രഹിച്ച പോലെ എന്റെ മകനെ കൊണ്ട് തന്നെ ഞാൻ അവളെ കെട്ടിച്ചിരിക്കും. ഇതെന്റെ വെല്ലുവിളിയാ. ചേട്ടാ ഒന്ന് പതുക്കെ. നീ ഇനി അധികം സംസാരിക്കണ്ട, മിണ്ടാതിരുന്നാ മതി. ആരോട് എന്താ സംസാരിക്കണ്ടെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അതെ, എനിക്ക് ഇപ്പോഴെല്ലാ കാര്യങ്ങളും മനസ്സിലായത്. തമ്മി തല്ലി പിരിയണ്ടല്ലോ എന്ന് കരുതി മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോ ബഹളം വെച്ച് എല്ലാരെയും ഭയപ്പെടുത്തി ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കിയില്ലേ? ഇനി ഇതിവിടെ ഞാൻ സമ്മതിക്കില്ല. വെറുതെ ആവശ്യമില്ലാതെ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. അമ്മാവനതൊക്കെ കേട്ട് സഹിച്ച് മിണ്ടാ നിക്ക. നീ പറഞ്ഞു വരുന്നെന്താ? അവർക്ക് ദേഷ്യം വന്ന് എന്നെ അടിച്ചങ്ങ് കൊന്നുകളയുന്നു. ദേ ഹരി, നിന്റെ സംസാരം കുറച്ച് ഓവറാകുന്നുണ്ട്. അതെ, ആ കുട്ടിക്ക് എന്റെ മകനെ ഇഷ്ടമായിന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ സന്തോഷമായിട്ട് അവരുടെ കല്യാണം നടത്തി തരുമെന്ന് വിചാരിച്ചേ. പക്ഷേ അച്ഛനുമായി രാമദാസിനുള്ള ആത്മബന്ധം കണ്ടപ്പോ നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങൾ ഇറക്കി. വെറുതെ ആവശ്യമില്ലാത്ത സംസാരിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇനിയും പറയും. ഇപ്പൊ ഒരു കാര്യം ഉറപ്പാ, മൊത്തം സ്വത്തും നീ ഒറ്റയ്ക്ക് അങ്ങ് അമക്കാന്ന് വിചാരിച്ചിരിക്കല്ലേ? നിർത്തിക്കോ നീ. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ സംസാരിച്ച നിന്നെ ജീവനോട് വച്ചേക്കില്ല. അല്ല, ഇതെന്താ ഒരാളൊരു കാര്യം പറയുമ്പോ തല്ല് കൊല്ലുന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് സഹിക്കാനായിട്ട് നിങ്ങൾ ജനിപ്പിച്ച കൊച്ചൊന്നും അല്ലാതെ. അവർക്കെന്താ നിങ്ങളെ തിരിച്ചു തല്ലിക്കൂടെ? ഇവനെന്നെ തല്ലുവോ? പിന്നെ സംശയം? നിങ്ങൾ അടിച്ച ഞാൻ തിരിച്ചടിക്കും. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്താണെങ്കിൽ ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഏയ്, നീ ഇതിലൊന്നും പറയാനുള്ള ഗതി കേട്ടവനെ. ചെറിയച്ചാ, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. വെറുതെ വായിത്തൊന്നെ വിളിച്ച് പറയരുത്. എന്താടാ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എന്നെ പുറത്താക്കാനുള്ള പരിപാടിയാണല്ലേ? അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനെയും വെട്ടി കണ്ടെന്നുണ്ടാക്കും ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പണത്തിനോടുള്ള ആർത്തിയാ. പണത്തിനുള്ള ആർത്തി എനിക്കല്ല, നിങ്ങൾക്കാ. വേറെ ആർക്കുമില്ല, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവളുടെ സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് തട്ടിയെടുക്കാനുള്ള പ്ലാനല്ലേ നിങ്ങൾക്ക്? അതെ, ശരി. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാം. നന്ദിനി ഇനി എന്റെ മകനും കല്യാണം കഴിക്കുന്നില്ല, നിന്റെ മകനും കഴിക്കുന്നില്ല. നന്ദിനിയും രാമദാസും തമ്മിലുള്ള കല്യാണം നടക്കണം. എന്ത് ഭ്രാന്തായി പറയുന്നത്? ആ നിൽക്കുന്ന നന്ദിനി എന്റെ ഈ മകനെയാ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ഇവനെ തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പൊ പണത്തിനോടുള്ള ആർത്തി ശരിക്കും ആർക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? നിശ്ചയം കഴിഞ്ഞിട്ടും എന്റെ മകനായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ രാമദാസുമായിട്ട് കല്യാണം നടത്താന്ന് പറഞ്ഞപ്പോ എന്റെ മകനെ അവൾക്ക് ഇഷ്ടമാണ്, അവനുമായിട്ടുള്ള കല്യാണം നടത്തണമെന്ന് പറയുന്നു. പണത്തോടുള്ള ആർത്തി ആർക്കാന്നാ ഇപ്പൊ നീ തന്നെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒന്നും വേണ്ട, നിർത്തിക്കോ. ഞാൻ പറഞ്ഞു നടക്കും. 16-ാം ദിവസം ചടങ്ങുകളൊക്കെ കഴിയുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. അതിനെ 16 ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് ഈ നിമിഷം തന്നെ എല്ലാം അവസാനിച്ചു. ഇനി ഞാൻ വേറെ, നിങ്ങൾ വേറെ. എന്റെ അച്ഛന്റെ ദേഹത്ത് കൈവച്ചനുണ്ടല്ലോ. വേണ്ട, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. 16-ാം ദിവസം ചടങ്ങുകളൊക്കെ അവസാനിക്കുമ്പോ രാമദാസും നന്ദിനിയുമായിട്ടുള്ള വിവാഹം ഇതേ വീട്ടിൽ വെച്ച് നടത്താൻ പോകും. അയ്യോ, എനിക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടെ അടികൂടൊന്നും വേണ്ട. അയ്യോ, അരുത് വല്യച്ഛ, അരുത്. അത്രയും സ്വത്തൊക്കെ ഉള്ള ഒരു കുട്ടിയെ ഒരിക്കലും എന്നെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാ. വേണ്ട വല്യച്ഛ, വേണ്ട. എനിക്ക് വേണ്ട. നല്ലത് നടക്കാൻ വേണ്ടിയാടാ വല്യച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നീ ഒന്ന് സമ്മതിക്കുമോ? അതുകൊണ്ടല്ലേ എനിക്ക് പേടിയാണ്. വീണ്ടും ആലോചിക്കുന്നത്. ഇവരൊക്കെ ഇത്രയും പറയുന്നില്ല, നീ സമ്മതിക്കടാ മോനെ. കാരണവന്മാരുടെ വാക്ക് ധിക്കരിക്കാൻ പാടില്ല. സമ്മതിക്കും മോനെ. ശരിയെന്നാ. അതെ അതെ, എനിക്ക് ഇഷ്ടമല്ലാത്ത ഈ മഹാഭാഗ്യത്തെ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മുമ്പിൽ വെച്ച് ഞാൻ ഉൾക്കൊള്ളാം വലിയച്ഛ. ശരിക്കും മോനെ. എന്നെ അനുഗ്രഹിക്കണം വലിയച്ഛ. നന്നായി വരട്ടെ മോനെ. മോനെ, നീ പൊളിച്ചടിക്കടാ. ചോട്ടാ ഭീം, ഒന്നിങ്ങോട്ട് മാറിയുന്നേ. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട മോളെ. ദേ നോക്ക്, എല്ലാ പ്രശ്നങ്ങൾക്കും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ മാറിക്കോളും. അവിടെ വെച്ചൊരു പ്രശ്നം ഇല്ലാതിരുന്നെങ്കിൽ
ഇപ്പൊ അവൾ എന്റെ സ്വന്തം ആയേനെ. ഈ പരനാലുകൾ എവിടെ വന്നിരിക്കണം? കാര്യം എന്താടാ? ഓ ഇരിക്കുന്നവന്മാരെ നോക്കടാ. അച്ഛനെ കേറി രണ്ടെണ്ണം പൊട്ടിക്കട്ടെ. നീ വാടാ. വേണ്ട ഇപ്പൊ ഒന്നും ചെയ്യണ്ട. തൽക്കാലം ആവശ്യമില്ലാത്ത പ്രശ്നമൊക്കെ നിൽക്കണ്ട. ഡാ എന്താടാ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒന്ന് കളിച്ചു നോക്കടാ നീ. പൊന്ന മോനെ തന്തയ്ക്ക് വിളിക്കണ നിന്നൊന്ന് മട എന്റെ കൈണ്ടായിരിക്കടാ. ഒരുപാട് പൊളക്കല്ലേ. സ്വാമിജി അന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ശാപം ഇവിടെ വീഴ്ത്തിട്ടേ ഞാൻ പോവുള്ളൂ. ഒന്നല്ലടാ രണ്ട്. നിന്നെ മാത്രമാക്കുന്നില്ല, നിന്റെ അച്ഛനെ കൂടെ ശവം എടുത്തേക്കാം. എന്റെ അച്ഛൻ ഏതവനോട് അവിടെ അലമ്പുണ്ടാക്കുന്നേ? വേണമെങ്കിൽ എടുത്ത് അടിക്കടാ. ദാ, നിനക്ക് രാമദാസിനെ അറിയോ? ഓ, എനിക്ക് സ്വാമിജി വേഷം തന്ന ആളല്ലേ. പെർഫോമൻസ് ഒക്കെ പക്കയായിരിക്കണം. ഡയലോഗില് നല്ല പഞ്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ മാത്രം പക്കയായില്ല. എടുത്ത പണിക്കുള്ള കൂലി കിട്ടണ്ടേ? അങ്ങനെ ആരെയൊക്കെടാ? എന്താ ഇവിടെ ഒരു ബഹളമൊക്കെ? എന്താടാ വീട്ടിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ടാണല്ലോ വന്നിട്ടുള്ളത്? അത് വേറെ ഒന്നല്ലടാ, കഴിഞ്ഞ പൊങ്കലിനൊരു ഷർട്ട് തയ്ക്കാൻ വേണ്ടി കൊടുത്തതാ ഞാൻ. ആ നാറ് ഈ അടുത്തെങ്കിലും തയ്ക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് പോന്നതാ. ഇതാവുമ്പോ ഒരു പുതപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാലോ, നല്ല കാറ്റും കിട്ടും. ഓ എന്താടാ മുട്ടത്തലയാ, ഫുള്ളടിച്ച് തീർക്കുമെന്ന്. ഇതൊക്കെ ഏതവന്മാരാ? എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ. അല്ല, നിങ്ങൾ രണ്ടിനും ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങള് ആ ജംഗ്ഷനിലെ ബാറിലെ സപ്ലയേഴ്സ് ആയിരുന്നാ? എടാ ഏതവന്മാരാണ് നിങ്ങള്? എന്നെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നത് എന്തിനാ? ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇതിനു വേണ്ടിയായിരുന്നാ നിങ്ങളെല്ലാരും കൂടി തല്ലിയേ? തല്ലുന്നതിന് മുമ്പ് ഒരു വാക്ക് ചോദിച്ചാ പോരായിരുന്നാ? സകലത് ഞാൻ തന്നെ പറഞ്ഞു തരായിരുന്നല്ലോ. നീ എന്നോട് മര്യാദക്ക് വന്നിരുന്നെങ്കിൽ ആ രാമു അവിടെ ഷൈൻ ചെയ്യാൻ നിക്കത്തില്ലായിരുന്നു. എല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? വേണ്ട, ആവശ്യമില്ലാതെ എന്റെ മെക്കെട്ട് കയറുന്ന എന്തിനാ? ആട്ടുന്നവനെ വിട്ടിട്ട് ആട്ടുന്ന പാവാൻ അടിച്ചിട്ടെന്ത കാര്യം? സകല പരിപാടിയും ചെയ്ത തടിയനായിരുന്നു. എന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് ഞാൻ നല്ല വെടിപ്പായിട്ട് അങ്ങ് ചെയ്തു തീർക്കും. ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് പറഞ്ഞോളില്ലേ? അയ്യോ, കാശ് കിട്ടിക്കഴിഞ്ഞാ വീട്ടിലെന്നല്ല ഒരു രണ്ടെണ്ണം അടിച്ചിട്ട് ഈ നാട് മൊത്തം ഞാൻ വിളിച്ച് പറഞ്ഞു നടന്നോളാം. എന്റെ പൊന്നോ, ചെല്ല് ചെല്ല്, പൊക്കോ പൊക്കോ. എന്നോട് എന്റെ ചേട്ടൻ ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ചെയ്തു പോയ തെറ്റിന് എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം ചേട്ടാ. തെറ്റ് സംഭവിച്ചു നിനക്ക് മാത്രമല്ലല്ലോ, ഞാനും തെറ്റ് ചെയ്തില്ലേ? ഇപ്പോ ഞാൻ മുന്നിൽ നിന്ന് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് രാംദാസിന്റെയും നന്ദിനിയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു. പക്ഷെ അവൻ എത്ര വലിയൊരു ചതിയനാണെന്ന് നോക്കി. എന്നാലും എന്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ ആൾക്കാരെ ഡീൽ ചെയ്തിട്ടുണ്ട്. എത്ര വലിയ കൊലകൊമ്പന്മാരെ വരുതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടാ എന്നെ തന്നെ അവൻ പറ്റിച്ചില്ലേ? അച്ഛാ, എല്ലായിടത്തും ഞാൻ ചെന്ന് അന്വേഷിച്ചു. അവരെ 4 പേരുടെ പൊടി പോലും കാണാനില്ല. അവരുടെ കള്ളത്തരം നമ്മൾ കണ്ടുപിടിച്ചെന്ന് മനസ്സിലാക്കിയപ്പോ കുടുംബത്തോടെ അവർ രക്ഷപ്പെട്ടു കാണും. പുലി പിന്നിലേക്ക് പതുങ്ങുന്നുണ്ടെങ്കിൽ അത് മുന്നിലേക്ക് കുതിക്കാൻ വേണ്ടിയെന്നാ പറയാറുള്ളത്. എന്തൊക്കെയായാലും നാളത്തെ ചടങ്ങുകൾ അവസാനിച്ച് നമ്മൾ പോകുന്നത് വരെ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മാവ, അവന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. ബി കെയർഫുൾ. മുത്തശ്ശി, നമ്മൾ ഇനി എന്താ ചെയ്യാ? സമാധാനായിട്ടിരിക്കുമ്പോളെ, ഇതുവരെ ഞാൻ കരുതി വച്ചിരുന്നത് എന്താണോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തേക്കാം. അതെ, ആ സാറ് വരുന്നുണ്ട്. സർ, നമസ്കാരം സർ. ആ സാറേ, ഇവരെ 3 പേരും ഇവിടുന്ന് കുറച്ച് ദൂരെ നിന്ന് ഞാൻ ഇറക്കിയതാ. ഇവന്മാരെ ഇവക ഡീലിങ്സ് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളതാ. സാറ് പറയുന്ന കാര്യം വെടുപ്പായിട്ട് ചെയ്തിട്ട് അവരങ്ങ് തിരിച്ചു പോക്കോളും. ഒരുത്തനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ശരി. അയ്യോ എന്റെ ദൈവമേ, നന്നായിട്ട് പഠിക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഇല്ല ചേച്ചി, മനസ്സിലായില്ലേ മോളെ? അവളെ കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്താ ചെയ്യാ? അവരെവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അറിയില്ല, എവിടെ പോയതായിരിക്കും? ഒന്നും പറഞ്ഞില്ല. ലക്ഷ്മി, ലക്ഷ്മി, എടി ലക്ഷ്മി, അല്ലേട്ടാ അത് അവളുടെ മുതല കണ്ണീര്
അവൾ ഇറങ്ങിപ്പോയതാന്ന് എനിക്ക് മനസ്സിലായിടി. അമ്മാവ അത് പിന്നെ ഡാ, മിണ്ടരുത് നീ. ഞാൻ എത്ര തവണ പറഞ്ഞതാ, എന്നിട്ട് എവിടെയായിരുന്നു? ഇപ്പൊ സമാധാനായില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൻ ഇത്രയും ധൈര്യത്തിൽ കളിക്കുന്നുണ്ടെങ്കിൽ ആരോ അവനെ ഇവിടെ നിന്ന് സഹായിക്കുന്നുണ്ട്. എടാ പതുക്കെ ഇളക്കല്ലേ, പതുക്കെ നിലത്തിടല്ലേ, കൊണ്ടുപോ പതുക്കെ. പതുക്കെ ഇറക്കി പോയി. വിളിച്ച ഇവന് സകല സത്യങ്ങളും അറിയാം. ഡാ, എവിടെയാടാ അവര്? എവിടെയാ ഉള്ളതെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. കാരണം എന്താ? ഞാൻ ബാറിൽ കയറി മര്യാദക്ക് സമാധാനമായിട്ട് അടിക്കുകയായിരുന്നു. ഇവന്മാരെല്ലാം കൂടെ ഒന്ന് ഹാഫ് ബോട്ടിൽ മദ്യമാണ് വെറുതെ ആക്കി കളഞ്ഞത്. പിള്ളേരെ ഇവനൊരു കുപ്പി കൊണ്ടു അതിന്റെ കൂടെ ഒരു ചില്ലി ചിക്കൻ ബോൺലെസ്, 2 മുട്ട പുഴുങ്ങിയതും, ബോട്ടി ഫ്രൈ പ്ലീസ്. പിടിക്ക്. ഇനി പറ. ഓ ബ്രാൻഡഡ്. ഞാനെപ്പോഴും ജവ മാത്രമേ അടിക്കാറുള്ളൂ. ഇതിപ്പോ നിങ്ങൾ തന്നല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനി അവരോടെ എങ്ങോട്ടാ അവര് പോയത്? അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. പൊട്ടന്മാരെ കാമാണൈസേ. എന്താടോ പറയൂ. എന്തൊരു വിട്ടികളാടാ നിങ്ങള്. ഞാൻ ക്ഷേത്രമാണെന്ന് പറഞ്ഞോടാ. നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ നോക്കാൻ പോകുന്നത്? അതെ, നിങ്ങൾ ഇവന്റെ നാടകങ്ങളി കണ്ടുകൊണ്ടിരിക്കാതെ ഇവനെയും പൊക്കിയെടുത്തുകൊണ്ട് പോയി അവരെ വേഗം കണ്ടുപിടിക്കാൻ നോക്കാം. ഒന്നും